സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തുള്ള ഒരു ചെറിയ പ്രദേശമാണ് ആളം. ആളം ദ്വീപ് എന്നാണ് ഇവിടെ വിളിപ്പേര്. അവിടേക്കുള്ള ഒരു ചെറിയ യാത്രയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ വള്ളങ്ങളെടുത്ത് മീൻ പിടിക്കുന്നവരെയൊക്കെ കാണാം. അതുപോലെ ചൂണ്ടയിടുന്ന ആളുകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ടാവാറുണ്ട്. പിന്നെ റോഡിന് ഇരുവശങ്ങളിലുമായിട്ട് ഒരു വശത്ത് പാടവും മറുവശത്ത് കായലുമാണ്. കായലിൽ ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. ഇവിടെ കോൾപ്പാടമാണ്. ഏത് സമയവും ഇവിടെ കൃഷി ഇറക്കാറുള്ള ഒരു പ്രദേശം കൂടെയാണ്. നമ്മളെ പോകുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശവും നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴക്കാലമായാലും അല്ലെങ്കിലും ഇവിടങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പച്ച പുതച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ആളുകളൊക്കെ ഈ ഭാഗങ്ങളിൽ ചൂണ്ടയിടാനൊക്കെ വരാറുണ്ട്. വൈകുന്നേരങ്ങളിലെ കാഴ്ച അതാണ്. സ്കൂൾ വിട്ടു വരുന്ന പിള്ളേരും ഇവിടെ സജീവമായിട്ട് തന്നെ ഉണ്ടാകും. ഈ കാഴ്ചകളൊക്കെ കാണാൻ വരുന്ന സന്ദർശകർ വേറെയും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആളം ദ്വീപിലേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് ഇരുവശവും നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും അതുപോലെ തന്നെ വീടുകളൊക്കെ കാണാൻ സാധിക്കും. ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ താമസക്കാർ വളരെ കുറവായിരുന്നു. കാരണം റോഡ് മാർഗം നല്ല രീതിയിൽ ഇല്ലായിരുന്നു. പിന്നീടാണ് ചെറിയ രീതിയിലൊക്കെ റോഡ് വന്നതും അതുപോലെ നടപ്പാലം വന്നതൊക്കെ കുറേ കാലത്തിന് ശേഷമാണ്. അതിൽ പിന്നെയാണ് ആളുകളൊക്കെ ഇവിടെ താമസിക്കാൻ വന്നു തുടങ്ങിയത്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു ദ്വീപ് തന്നെയാണ് ആളം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് ഇവിടുത്തെ പാലം. പുതിയ പാലം വന്നതോടുകൂടി ഇവിടെ താമസക്കാർ കൂടുതലായി വന്നു തുടങ്ങി. വാഹന ഗതാഗതം മെച്ചപ്പെട്ടതോടുകൂടി പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ആളം ദ്വീപിനെ പറ്റി അറിയാൻ തുടങ്ങി. ആളുകൾ നിരന്തരം വന്നു തുടങ്ങി. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നിരന്തരം ഇവിടേക്ക് വന്നു തുടങ്ങി. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്താറുള്ളത്. കായലിനടുത്തുള്ള ചെറിയൊരു തെങ്ങിൻ തോപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തെങ്ങിൻ തോപ്പൊക്കെ കാണാം. മണ്ട പോയ കുറേ തെങ്ങിൻ കുറ്റികളൊക്കെ വേറെയും കാണാം. മണ്ട പോയ തെങ്ങിൻ കുറ്റികളാണെങ്കിലും താഴെയുള്ള പുൽമേടും അതുപോലെ നീലാകാശവുമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഒരു ചെറിയ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോണ ആളെയും കാണാം. ഇവിടുത്തെ വെള്ളം നേരെ ഒഴുകി ബിയ്യം കായലിൽ ചെന്ന് അവിടെ നിന്നും അറബിക്കടലിലേക്കാണ് പോകുന്നത്. വേനൽക്കാലങ്ങളിൽ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഈ തെങ്ങിൻ തോപ്പിനരികിലാണ് ഇവിടുത്തെ പിള്ളേരുടെ കളിസ്ഥലം. ഇതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായ ആ പാലം. ഈ പാലം വന്നതിന് ശേഷമാണ് ഇവിടങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വന്ന് താമസിക്കാനൊക്കെ തുടങ്ങിയത്. ആ പാലത്തിനോട് ചേർന്നൊരു വീടും കാണാം. ഈ കായലിലേക്ക് അഭിമുഖമായിട്ടാണ് ആ വീട് പണിതിട്ടുള്ളത്. മനോഹര കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വള്ളമൊക്കെ കാണാം. പാലം വരുന്നതിന് മുൻപ് ഇവിടെ ഒരു നടപ്പാലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൂടെ ചെറിയൊരു ഓട്ടോ പോകാനുള്ള ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൂടെയാണ് ഇവിടെയുള്ള വീട് പണിയാനും മറ്റുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. നടപ്പാലം വരുന്നതിന് മുൻപ് കയറ് കെട്ടി വലിക്കുന്ന വള്ളങ്ങളാണ് ഇവർ അക്കരയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കടത്തുവള്ളങ്ങളും ഉണ്ടായിരുന്നു. റീൽസ് എടുക്കാനും വെഡ്ഡിങ് ഷൂട്ടിനുമൊക്കെ ആയിട്ട് ധാരാളം ആളുകളും ഫാമിലിയുമൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഇവിടുത്തെ പാലവും അതുപോലെ പൊന്നാനി കർമ്മ റോഡിലെ പാലവും
ഒരേ സമയമാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. എടപ്പാളിൽ നിന്ന് BM കാഞ്ഞിരമുക്ക് വഴി ആളംദ്വീപിലേക്ക് എത്താൻ ഏകദേശം 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മതി. അതുപോലെ ഇവിടെ നിന്നും നമുക്ക് തിരിച്ച് ദുബായ്പടി വഴി ഐലക്കാട്, അങ്ങനെ നടുവട്ടം വഴി എടപ്പാളിലേക്ക് വരാനും സാധിക്കും. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു വൈകുന്നേരം വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലം. മാറഞ്ചേരി പഞ്ചായത്തിൻ്റെയും എടപ്പാൾ പഞ്ചായത്തിൻ്റെയും ബോർഡറിലാണ് ഈ സ്ഥലം വരുന്നത്. കർമ്മ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ആളുകൾക്ക് ഇതുവഴി വന്നാൽ ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ നേരെ പോയി കഴിഞ്ഞാൽ ഐലക്കാട് ദുബായ്പടിയിലെ മറ്റു കായലോര കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങാവുന്നതാണ്. കായൽ മീനുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ മത്സ്യബൂത്തുകളൊക്കെ ലഭ്യമാണ്. ആളം പാലത്തിന് സമീപത്തായി ഒരു ചായക്കടയും പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ബഹളമൊന്നുമില്ലാതെ സമാധാനപരമായി വന്നിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചു സ്ഥലം, അതാണ് ആളംദ്വീപ്. അങ്ങനെ ദ്വീപിലെ തട്ടുകടയിൽ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം അവിടുത്തെ ആളുകളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ചോദിച്ചറിഞ്ഞതിന് ശേഷം അവിടെ നിന്നും പതുക്കെ മടങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം കാലത്ത് 8 മണിയാണ്. മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കാണാനും പിന്നെ വീഡിയോ എടുക്കാനും സാധിച്ചു. മഴയുണ്ടെങ്കിൽ വേറൊരു ഭംഗി തന്നെയാണ്, എന്നാലും വീഡിയോ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ സാധിച്ചു. സ്കൂളിലേക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകാനുള്ള സ്കൂൾ ബസ്സൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പാലത്തിലേക്ക് വാഹനങ്ങളൊക്കെ തിരക്കായി തുടങ്ങി. ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.